എല്ലാവരെയും കണ്ടാൽ ചിരിക്കുന്ന, എല്ലാവരാലും അംഗീകരിക്കപ്പെടുന്ന വ്യക്തിയായിരിക്കും. പക്ഷെ വീട്ടിൽ ചെന്നാലോ, അനസേ ഇന്ന കാര്യം ചെയ്തത് ശരിയായിട്ടില്ല എന്നോ, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ എന്ന രൂപത്തിൽ ഒരു കുറ്റപ്പെടുത്തുന്ന സംസാരമേ അവിടെ നിന്നുണ്ടായിട്ടില്ല എന്ന് പറയുമ്പോൾ ആ പ്രവാചകൻ്റെ സ്വഭാവ മഹിമ എത്രയെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഭാര്യയ്ക്ക് ഭർത്താവിനെ വിശ്വാസമില്ല, ഭർത്താവിനെ ഭാര്യയ്ക്ക് വിശ്വാസമില്ല, അങ്ങനെ തുടങ്ങി പരസ്പരം വിശ്വാസമില്ലാത്ത, മക്കളെപ്പോലും വിശ്വാസമില്ലാത്ത, കൂടപ്പറപ്പിനെ പോലും വിശ്വാസമില്ലാത്ത ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, എൻ്റെ ശബ്ദം കേൾക്കുന്ന മാന്യരായ ശ്രോതാക്കളെ, ഇസ്ലാമിൻ്റെ ഏറ്റവും പരിപൂർണമായ കാര്യങ്ങൾ നിലനിൽക്കുന്നത് നമ്മുടെ സ്വഭാവ സംസ്കരണത്തിലൂടെയാണ്. വിശ്വാസമെന്ന വലിയ അടിസ്ഥാനം നിലനിൽക്കുന്നതോടൊപ്പം തന്നെ അതിൻ്റെ മറ്റു ഇതര ഭാഗങ്ങളായ സ്വഭാവം, ആ സ്വഭാവങ്ങളിൽ സത്യസന്ധതയും നീതിയും സ്നേഹവും കാരുണ്യവും ആർദ്രവവും ഇങ്ങനെ തുടങ്ങിയുള്ള ജീവിതത്തിൽ ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനോട് കാണിക്കേണ്ട എല്ലാവിധ സ്വഭാവ സംസ്കരണങ്ങളും ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കണമെന്നും ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം സ്വഭാവം ഉണ്ടാകണമെന്നും ഒരു മനുഷ്യൻ്റെ ദൂഷ്യ സ്വഭാവങ്ങൾ എന്തൊക്കെയാണ് എന്നെല്ലാം കൃത്യമായി ഇസ്ലാം പഠിപ്പിച്ച് നേർവഴി കാണിക്കുന്നുണ്ട്. പ്രവാചകൻ്റെ അടുക്കൽ ചില സ്വഹാബിമാർ ഔസിനി, പ്രവാചകരെ നമുക്ക് ഉപദേശം നൽകിയാലും എന്ന് പറഞ്ഞ് വരുന്ന സമയത്ത് ആ സ്വഹാബത്തിന് എന്താണോ ന്യൂനതയായിട്ടുള്ളത് ആ ന്യൂനതയെ പരിഹരിക്കാനുള്ള വസിയത്തുകളായിരിക്കും അല്ലെങ്കിൽ ഉപദേശങ്ങളായിരിക്കും പ്രവാചകൻ നൽകുന്നത്. ചില സ്വഹാബിമാർ പ്രവാചകൻ്റെ അടുത്ത് ഉപദേശവുമായി വരുന്ന സമയത്ത് തിരിച്ചു ഉപദേശം കൊടുക്കുന്നത് ലാ തഗ്ലബ്, നീ കോപിക്കരുത് എന്നായിരിക്കും. മറ്റു ചില സ്വഹാബിമാർ വന്ന് ചോദിക്കുന്ന സമയത്ത് നീ നിസ്കാരത്തെ നിലനിർത്തണമെന്നായിരിക്കും. മറ്റു ചില സന്ദർഭങ്ങളിൽ തിരിച്ച് പ്രവാചകൻ പറഞ്ഞു കൊടുത്തത് നീ നിൻ്റെ മാതാപിതാക്കളോട് നല്ല നിലയിൽ വർത്തിക്കണമെന്നായിരിക്കും. അങ്ങനെ തുടങ്ങി ഓരോരുത്തർക്കും എന്തൊക്കെയാണോ ന്യൂനതകളും ഫോൾട്ടുകളും ഉള്ളത് ആ ഫോൾട്ടുകൾ മനസ്സിലാക്കി അത് തിരുത്താനുള്ള ചില അവസരങ്ങൾ, ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ ഉടമയാക്കി മാറ്റാനുള്ള ഉപദേശങ്ങളാണ് പ്രവാചകൻ നൽകിയിട്ടുള്ളത്. ആ പ്രവാചകന് ഉപദേശിക്കാനുള്ള അവകാശവുമുണ്ട്, അതിനുള്ള ക്വാളിറ്റിയും ഉണ്ട് എന്നത് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട വിഷയമാണ്. പ്രവാചകൻ കുറേ ഉപദേശിച്ചു, എന്നിട്ട് പ്രവാചകൻ്റെ ജീവിതത്തിലൊന്നുമില്ല. അങ്ങനെ ഒരു പ്രവാചകനല്ല നമ്മുടെ പ്രവാചകൻ. മറിച്ച് ആ പ്രവാചകൻ്റെ ജീവിതത്തിൽ കാണിച്ചു തന്ന ക്വാളിറ്റികളെയാണ് നമുക്ക് കൃത്യമായി പഠിപ്പിച്ചത്. അത് മാനവകുലത്തിന് മാതൃകയാണ്. ഇന്നക അലാ ഖുലുഖിൻ അദീം എന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ ഉടമ. ആ പ്രവാചകൻ്റെ സ്വഭാവത്തിൽ എന്തെങ്കിലും ഒരു മോശത്തരം നമുക്ക് കാണാൻ കഴിയില്ല. പ്രവാചകനെ തെറ്റിദ്ധരിച്ചവരുടെ മുമ്പിൽ പ്രവാചകൻ അതെല്ലാം ക്ലിയറാക്കാൻ വേണ്ടി ആ കാലഘട്ടത്തിൽ ശ്രമിച്ചിരുന്നു എന്നാണ്. വീട്ടിലൊരു സ്വഭാവം, നാട്ടിലൊരു സ്വഭാവം അത് പ്രവാചകൻ കാണിച്ചു തന്നിട്ടില്ല. നമ്മൾ ഇന്ന് ഈ കാലത്ത് ജീവിക്കുന്ന സമയം വഞ്ചനയുടെയും ചതിയുടെയും മറ്റുള്ളവനെ എങ്ങനെയെങ്കിലും പറ്റിച്ച് ജീവിക്കുക എന്ന ആ ഒരു ആശയത്തിൻ്റെ മേൽ ജീവിക്കുന്ന കപടതയുടെ ഈ ലോകത്ത് പ്രവാചകൻ്റെ അധ്യാപനം വളരെ വിലമതിക്കുന്ന കാര്യങ്ങളാണ്. നമ്മളൊരു പക്ഷേ നാട്ടിലൊക്കെ നല്ല ഇസ്തിരി ഇട്ട് നടക്കുന്ന, എല്ലാവരെയും കണ്ടാൽ ചിരിക്കുന്ന, എല്ലാവരാലും അംഗീകരിക്കപ്പെടുന്ന വ്യക്തിയായിരിക്കും. പക്ഷെ വീട്ടിൽ ചെന്നാലോ, ആ വീട്ടിൽ ഇദ്ദേഹത്തെക്കുറിച്ച് ചോദിച്ചാൽ ഒരു പക്ഷേ അത് നെഗറ്റീവായ സംസാരങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അയാളെക്കുറിച്ച് പറയാതിരിക്കലാണ് നല്ലത് എന്ന് ചിലപ്പോൾ ഭാര്യമാർ പരാതി പറയും. എന്നാൽ പ്രവാചകൻ്റെ ജീവിതം ഒന്നെടുത്തു നോക്കുമ്പോൾ ഒരു ഭരണാധികാരി എന്ന നിലയ്ക്ക്, ഒരു ഭർത്താവ് എന്ന നിലയ്ക്ക്, ഒരു ഉപ്പ എന്ന നിലയ്ക്ക്, ഒരു സഹോദരൻ എന്ന നിലയ്ക്ക്, ഒരു ഭരണാധികാരി എന്ന നിലയ്ക്ക് അവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കീഴിൽ വർക്ക് ചെയ്തവർ അവരെല്ലാം പറഞ്ഞ ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. 10 വർഷമാണ് അനസ് റളിയല്ലാഹു അൻഹു പ്രവാചകന് സേവനമനുഷ്ഠിച്ചത്. അനസേ ഇന്ന കാര്യം ചെയ്തത് ശരിയായിട്ടില്ല എന്നോ, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ എന്ന രൂപത്തിൽ ഒരു കുറ്റപ്പെടുത്തുന്ന സംസാരമേ അവിടെ നിന്നുണ്ടായിട്ടില്ല എന്ന് പറയുമ്പോൾ ആ പ്രവാചകൻ്റെ സ്വഭാവ മഹിമ എത്രയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ വന്നിട്ട് പ്രവാചകനെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. ആ പ്രവാചകൻ എങ്ങനെയായിരുന്നു? കൈഫ കാന ഖുലുഖു റസൂലില്ലാ, എങ്ങനെയായിരുന്നു പ്രവാചകൻ്റെ സ്വഭാവം എന്ന് ചോദിക്കുന്ന സമയത്ത് ആയിഷ റളിയല്ലാഹു അൻഹ തിരിച്ച് മറുപടി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കാന ഖുലുഖുഹു അൽ ഖുർആൻ, പ്രവാചകൻ വെറുതെ വാചാലമായിക്കൊണ്ട് ഉപദേശം മാത്രം നൽകുന്ന വ്യക്തിയല്ല, മറിച്ച് കാന ഖുലുഖുഹു അൽ ഖുർആൻ, ജീവിച്ചിരിക്കുന്ന ഖുർആനിൻ്റെ പതിപ്പാണ് എന്നാണ് പ്രവാചകനെക്കുറിച്ച് പഠിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ആ പ്രവാചകൻ ഉപദേശിക്കാൻ ഏറ്റവും ആപ്റ്റായ വ്യക്തിയാണ്. നമ്മൾ ജീവിതത്തിൽ സത്യസന്ധതയുള്ളവരാകണമെന്ന് അടിസ്ഥാനമായി നമ്മൾ പഠിക്കേണ്ട ഒരു വിഷയമാണ്.
കാരണം പ്രവാചകന്മാരെയൊക്കെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് വിശുദ്ധ ഖുർആനിൽ കാണാൻ കഴിയുന്നത് ഇന്നഹു കാന സിദ്ദീഖൻ നബിയ്യ, സത്യസന്ധതയുള്ള നബിയായിരുന്നു എന്നാണ്. അപ്പോൾ വിശ്വാസ കാര്യങ്ങളിൽ നമ്മൾ സത്യസന്ധതയുള്ളവരാകണം. ആളുകൾ കാണിക്കാനോ ആളുകൾ അറിയാനോ വേണ്ടിയല്ല നമ്മൾ അള്ളാഹുവിനെ മാത്രം വിശ്വസിച്ച് ജീവിക്കുന്നത്. അതോടൊപ്പം നമ്മുടെ കുടുംബജീവിതത്തിൽ സത്യസന്ധത ഉണ്ടാകണം. ഇന്ന് കുടുംബജീവിതത്തിൽ സത്യസന്ധത എന്നത് അകന്നു പോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ്. ഭാര്യയ്ക്ക് ഭർത്താവിന് വിശ്വാസമില്ല, ഭർത്താവിനെ ഭാര്യയ്ക്ക് വിശ്വാസമില്ല, അങ്ങനെ തുടങ്ങി പരസ്പരം വിശ്വാസമില്ലാത്ത മക്കളെപ്പോലും വിശ്വാസമില്ലാത്ത, കൂടപ്പറപ്പിനെ പോലും വിശ്വാസമില്ലാത്ത ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഇസ്ലാം പഠിപ്പിക്കുന്ന മനോഹരമായ ആദർശം എന്തെന്നറിയോ? അത് സത്യസന്ധതയോടുകൂടി എല്ലാ മേഖലയിലും സത്യസന്ധത നിലനിർത്തുക എന്നതാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് വിശ്വാസികളെ വിളിച്ച് പറയാണ്. വകൂനൂ മഅസ്സാദിഖീൻ, നിങ്ങൾ സത്യസന്ധന്മാരുടെ കൂടെ കൂടണം എന്നാണ്. അപ്പോൾ നമ്മൾ എല്ലാ നിലക്കും സത്യസന്ധത നിലനിർത്തുന്ന സ്വഭാവ സംസ്കരണ ഇടപാടുകളിലും അതുപോലെ തന്നെ എല്ലാവിധ ബന്ധങ്ങളിലും വിശ്വാസ മേഖലയിലും കർമ്മ മേഖലയിലും എല്ലായിടത്തും പാലിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ക്വാളിറ്റിയാണ് സത്യസന്ധത നിലനിർത്തുക എന്നത്. അതുകൊണ്ട് തന്നെ സ്വർഗം കിട്ടാൻ കാരണമാകുന്ന കാര്യത്തെക്കുറിച്ച് പ്രവാചകൻ പഠിപ്പിച്ചപ്പോൾ അലൈക്കും ബിസ്സുദ്ഖ്, നിങ്ങൾ എന്ത് ചെയ്യണം? സത്യസന്ധത നിലനിർത്തണം. എന്നാൽ ഫഇന്ന സിദ്ഖ യഹ്ദി ഇലൽ ബിർ, ഒരു സത്യസന്ധത എന്നത് പുണ്യത്തിലേക്കാണ് നയിക്കുന്നത്. തെറ്റുകൾ പറയുമ്പോൾ മനസ്സിനൊരു അസ്വസ്ഥതയായിരിക്കും, പിടിക്കപ്പെട്ടാലോ എന്നത്. ആരെ മുമ്പിലും സത്യം തുറന്നു പറയുന്നതിൽ ഒരു തടസ്സം ഉണ്ടാവില്ല, അവനൊരു പേടിയും പേടിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. അൽ ബിർറു യഹ്ദി ഇലൽ ജന്ന, ആ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ കാരണമാകുന്നത് നന്മകൾ മാത്രമാണ്. അപ്പോൾ സത്യസന്ധത നിലനിർത്തുക എന്നത് നന്മയാണ്. ആ നന്മയിലൂടെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയും എന്ന് ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് പഠിപ്പിച്ചു തരുന്നത് എന്താണ്? ഇന്നല്ലാഹ യഅ്മുറുക്കും അൻ തുഅദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹ. ഇന്ന് സത്യസന്ധത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ആരെയും ഒന്നും വിശ്വസിച്ച് ഏൽപ്പിക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. നമ്മെ പറ്റിച്ചും വഞ്ചിച്ചും ജീവിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ധാരാളമാണ്. അവിടെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്, അള്ളാഹു കൽപ്പിച്ചതെന്നറിയോ? അമാനാത്തുകളെ, വിശ്വസിച്ചേൽപ്പിച്ച കാര്യങ്ങളെ കൃത്യമായി നിർവഹിക്കണം എന്നാണ്. അത് അതിൻ്റെ ആളുകളിലേക്ക് എത്തിക്കണം എന്നാണ്. ഇന്ന് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളാകട്ടെ അല്ലെങ്കിൽ സന്നദ്ധ സംഘടനകളാകട്ടെ ഒരുപാട് സമ്പത്ത് പിരിക്കുന്നുണ്ട്. ആ സമ്പത്ത് പിരിക്കുന്നത് പല പേരുകൾ പറഞ്ഞുകൊണ്ടാണ്. പാവപ്പെട്ടവരെ സഹായിക്കാനെന്നും വീട് വയ്ക്കാനെന്നും ഒക്കെ പറഞ്ഞ് ഒരുപാട് സമ്പത്ത് സമാഹരിക്കുന്നു. എന്നിട്ട് അതിൽ നിന്ന് പോക്കറ്റടിക്കേണ്ടതെല്ലാം അടിച്ച് അത് എത്തിക്കേണ്ട ആളുകളിലേക്ക് എത്തിക്കാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നു എന്നത് നമ്മുടെ ഈ തൊട്ടടുത്ത വാർത്തകളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയും. അവിടെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്, അങ്ങനെ കള്ളത്തരം ചെയ്തും മോശത്തരം ചെയ്തും അന്യൻ്റെ പൈസ അപഹരിച്ചും ജീവിക്കാനുള്ളവനല്ല ഒരു മുസ്ലിം. മറിച്ച് അമാനത്തുകളെ നിർവഹിച്ചുകൊണ്ട്, ഏറ്റെടുത്ത ഉത്തരവാദിത്തങ്ങളെ കൃത്യമായി നിർവഹിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. അതൊരു ഈമാനിൻ്റെ ഭാഗം കൂടിയാണെന്ന് പഠിപ്പിക്കുമ്പോൾ സഹോദരങ്ങളെ, ഒരു വിശ്വാസിക്ക് എങ്ങനെയാണ് മറ്റുള്ളവരെ പറ്റിച്ചും വഞ്ചിച്ചും ജീവിക്കാൻ കഴിയുക, മറ്റുള്ള ആളുകളെ പ്രയാസപ്പെടുത്താൻ കഴിയുക? അവിടെയാണ് ഇസ്ലാമിൻ്റെ മനോഹരമായ ആദർശങ്ങൾ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത്. ഇസ്ലാം എന്നാൽ ചില ആളുകൾ ഇന്ന് തെറ്റിദ്ധരിപ്പിക്കുന്നത് മറ്റുള്ളവനെ എങ്ങനെയെങ്കിലും പ്രയാസപ്പെടുത്തിയിട്ട് സ്വന്തം കാര്യങ്ങൾ നേടുക എന്നും അതും വളഞ്ഞ വഴിയിലൂടെ നേടുക എന്നും ചില ആളുകളൊക്കെ ഇപ്പോൾ ഈ അടുത്ത് ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് പറഞ്ഞല്ലോ, വിശ്വാസികളായ ആളുകൾ കൂടുതലായിക്കൊണ്ട് ജനങ്ങളെ സഹായിക്കുന്നത് കണ്ടപ്പോൾ വർഗീയ വിഷം ചീറ്റുന്ന ആളുകൾക്ക് ചൊറിച്ചിലുണ്ടായി. അതിൻ്റെ പേരിൽ അവർ പറഞ്ഞു വെച്ചത് എന്താ? ഇവർക്ക് കുഴൽപ്പണമുണ്ട്, ഇവർ കള്ളപ്പണത്തിൻ്റെ ആൾക്കാരാണ് എന്നൊക്കെ പറഞ്ഞ് വിശ്വാസികളെ തളർത്താനുള്ള ശ്രമങ്ങൾ നടത്തിയ പല ആളുകളെയും കേരള മണ്ണിൽ നമ്മൾ കണ്ടു. അവരൊക്കെ നമ്മൾ മാറ്റി നിർത്തി. കേരളം ഒന്നടങ്കം അവരെ മാറ്റി നിർത്തി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഏതായാലും നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല നൽകിയ അമാനാത്തുകളെ നിർവഹിക്കുവാനാണ് നമ്മെ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അത് നമ്മൾ നിർവഹിക്കുന്നുണ്ട്. അതിന് ആർക്കൊക്കെ ചൊറിച്ചിലുണ്ടായാലും ശരി, അത് നമുക്ക് യാതൊരു പ്രശ്നവുമില്ല. നമ്മൾ ഈ ദൗത്യവുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് പറയാനുള്ളത്. കാരണം എന്തെന്ന് വെച്ചാൽ അത് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്, നമ്മൾ നിർവഹിക്കേണ്ട നമ്മുടെ കടമയാണ്. പ്രവാചകൻ പറഞ്ഞു, ലാ ഈമാന ലിമൻ ലാ അമാനത ലഹു, അമാനത്തില്ലാത്തവന്, അമാനത്ത് നിർവഹിക്കാത്തവൻ, അവന് ഈമാനില്ല, വിശ്വാസമില്ല എന്നാണ് പഠിപ്പിച്ചത്. ഇങ്ങനെ പഠിപ്പിച്ച മതത്തിൻ്റെ അനുയായികളാണ് വിശ്വാസികൾ, മുസ്ലിമീങ്ങൾ. അതുകൊണ്ട് തന്നെ ആരെയും പറ്റിച്ച് ജീവിക്കേണ്ട ഒരാവശ്യം ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് മുസ്ലിമിന് ഉണ്ടാവില്ല. ആരെയും വഞ്ചിച്ചോ പ്രയാസപ്പെടുത്തിയിട്ടോ ജീവിക്കേണ്ട ആവശ്യം ഒരു മുസ്ലിമിനില്ല. മാത്രമല്ല ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ ഉടമയാവുക എന്നതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. തൻ്റെ ന്യൂനതകളെ മായ്ച്ച് എഡിറ്റ് ചെയ്യേണ്ടതെല്ലാം എഡിറ്റ് ചെയ്ത് ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ വക്താവായി ഒരു സംസ്കാരമുള്ള നല്ല ഒരു മനുഷ്യനായി മാറാനാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇസ്ലാമിൻ്റെ അധ്യാപനം തന്നെയും അങ്ങനെയാണ്.
പ്രവാചകന്മാരെ നിയോഗിച്ചതുപോലും അതിനാണ് എന്ന് ഹദീസുകളിൽ കാണാൻ കഴിയും. ഇന്നമാ ബുഇസ്തു ലി ഉത്തമ്മിമ മക്കാരിമൽ അഖ്ലാഖ്, സ്വഭാവത്തിൻ്റെ ഏറ്റവും നല്ല അവസ്ഥയിലേക്ക്, പൂർത്തീകരണത്തിലേക്ക്, ഏറ്റവും ടോപ്പായ ഒരവസ്ഥയിലേക്ക് എത്തിക്കാനാണ് പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുള്ളത് എന്ന് ഹദീസുകളിൽ കാണുമ്പോൾ ഇസ്ലാം എന്നത് ഇത്തരം ഗുണങ്ങൾ പുലർത്തിക്കൊണ്ട് ജീവിക്കുന്ന മുസ്ലിമിനെ വാർത്തെടുക്കുക എന്നുള്ള, ഒരു മനുഷ്യനെ വാർത്തെടുക്കുക എന്നുള്ളതാണ്. ഇസ്ലാമിൻ്റെ ഈ അധ്യാപനങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു മുസ്ലിം ഏറ്റവും നല്ല പെർഫെക്റ്റായ മനുഷ്യനായി മാറും എന്നതിൽ യാതൊരു സംശയമില്ല. ഇതാണ് ഇസ്ലാമിൻ്റെ മനോഹാരിത. അതുകൊണ്ട് ഇസ്ലാമിനെ ഒന്ന് അടുത്തറിയാൻ എല്ലാവരും ശ്രമിക്കണം. ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങൾ അത് മനുഷ്യനെ മനുഷ്യനാക്കി മാറ്റുന്നു എന്ന തിരിച്ചറിവുണ്ടാകണം എന്നിവിടെ പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.